ഗുഡ് മോർണിംഗ്. ബ്രില്യൻസ് അക്കാദമിയുടെ NIOS സോഷ്യോളജി ബൈഫിക്കേഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ബൈഫിക്കേഷൻ്റെ ഭാഗമായിട്ട് NIOS സോഷ്യോളജിയിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോഷ്യോളജിയിൽ മൊത്തം 35 ചാപ്റ്ററാണ് നമുക്കുള്ളത്. ആ 35 ചാപ്റ്ററിൽ 40% നമുക്ക് ബൈഫിക്കേഷൻ്റെ ഭാഗമായിട്ട് TMAയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി 60% ആണ് നമുക്ക് പബ്ലിക് എക്സാമിനേഷനിലേക്ക് മാറ്റിയിരിക്കുന്നത്. സോഷ്യോളജിയിൽ ടോട്ടൽ ലെസൺ 35 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 35 ലെസണിൽ TMAയിലേക്ക് നമുക്ക് 40% മാറ്റിയിട്ടുണ്ട്. ബാക്കി 60% പബ്ലിക് എക്സാമിനേഷനിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ആ പബ്ലിക് എക്സാമിനേഷനിലേക്ക് മാറ്റിയിരിക്കുന്ന ചാപ്റ്റേഴ്സ് TMAയിലേക്ക് മാറ്റിയിരിക്കുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. TMA മീൻസ് ട്യൂട്ടർ മാർക്ക് അസൈൻമെൻറ്റ്. ട്യൂട്ടർ മാർക്ക് അസൈൻമെൻറ്റിൽ നമുക്ക് അസൈൻമെൻറ്റും പ്രൊജക്റ്റും ആയിട്ടാണ് നമുക്ക് ചാപ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അതിൽ മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 15 ലെസൺസ് നമുക്ക് TMAയിലാണ് പഠിക്കുന്നത്. ബാക്കി പബ്ലിക് എക്സാമിനേഷനിലേക്ക് മാറ്റിയിരിക്കുന്നത് മൊത്തം ചാപ്റ്ററിൻ്റെ 20 ലെസൺസ് നമുക്ക് പബ്ലിക് എക്സാമിനേഷനിലേക്ക് മാറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് നോക്കാം. മൊഡ്യൂൾ ഫസ്റ്റ് സോഷ്യോളജി ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ TMAയിലേക്ക് മാറ്റിയിരിക്കുന്ന ചാപ്റ്റേഴ്സ് ലെസൺ 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി, ലെസൺ 2 എമർജൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി, ലെസൺ 7 സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റം, ലെസൺ 8 നോംസ് ആൻഡ് വാല്യൂസ്, ലെസൺ 9 സ്റ്റാറ്റസ് ആൻഡ് റോൾ, ലെസൺ 10 കോപ്പറേഷൻ, കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. നെക്സ്റ്റ് ചാപ്റ്റർ അക്കൾച്ചറേഷൻ, അസിമിലേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് മൊഡ്യൂൾ ഫസ്റ്റിൽ നമ്മൾ TMAയിലേക്ക്, അതായത് അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് ബേസ് ആക്കി നമ്മൾ മാറ്റിയിരിക്കുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ ഫസ്റ്റിൽ നമ്മൾ പബ്ലിക് എക്സാമിനേഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ആണ് ലെസൺ 3 സോഷ്യോളജി, ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക് ഓഫ് റിസർച്ച് ഇൻ സോഷ്യോളജി, സോഷ്യൽ കമ്മ്യൂണിറ്റി, അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ ഗ്രൂപ്പ്സ്. അങ്ങനെ ഇത്രയും ചാപ്റ്ററാണ് മൊഡ്യൂൾ ഫസ്റ്റിൽ നമുക്ക് TMAയിലേക്കും പബ്ലിക് എക്സാമിനേഷന് വേണ്ടി മാറ്റിയിരിക്കുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2ൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. TMAയിലേക്ക് മാറ്റിയിരിക്കുന്ന ചാപ്റ്റർ ലെസൺ 15 ഇക്കണോമി, പോളിറ്റി ആൻഡ് റിലീജിയൻ. നെക്സ്റ്റ് നമ്മൾ പബ്ലിക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ലെസൺ 12 മാരേജ്, ഫാമിലി, കിൻഷിപ്പ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഹൈറാർക്കി, ഡിഫറൻസിയേഷൻ ആൻഡ് ഇനീക്വാളിറ്റി. നെക്സ്റ്റ് മൊഡ്യൂൾ 3 സോഷ്യൽ ചേഞ്ചസ്, സോഷ്യലൈസേഷൻ ആൻഡ് സോഷ്യൽ കൺട്രോൾ. TMAയിലെ ചാപ്റ്ററാണ് സോഷ്യൽ ഡീവിയൻസ്, സൊസൈറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. പബ്ലിക് എക്സാമിനേഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ചാപ്റ്റർ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്, പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച്, സോഷ്യലൈസേഷൻ, സോഷ്യൽ കൺട്രോൾ. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ മൊഡ്യൂൾ 3ൽ TMAയിലേക്കും പബ്ലിക് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ 4 ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിൽ TMAയിലേക്ക് മാറ്റിയിരിക്കുന്ന ചാപ്റ്ററാണ് ഇന്ത്യൻ സോഷ്യൽ തിങ്കേഴ്സ്, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, നാഷണൽ ഇൻ്റഗ്രേഷൻ, കൺസെപ്റ്റ് ആൻഡ് ചാലഞ്ചസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് പബ്ലിക് എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇന്ത്യൻ സൊസൈറ്റി, ട്രൈബൽ, റൂറൽ ആൻഡ് അർബൻ, ലെസൺ 27 കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ, മേജർ റിലീജിയസ് ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ, മേജർ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ, problems of scheduled caste and scheduled tribes, next problems of other deprived sections. next നമുക്ക് മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5ലേക്ക് വരുന്ന മുന്നേ നമ്മൾ സോഷ്യോളജിയിൽ ഓപ്ഷണൽ മൊഡ്യൂളാണ് നമുക്കുള്ളത്. ആ ഓപ്ഷണൽ മൊഡ്യൂൾ 2 ഭാഗമായിട്ടാണ് വരുന്നത്. ആ 2 ഭാഗം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ് നമുക്ക് സ്റ്റാറ്റസ് ഓഫ് വുമൺ, നെക്സ്റ്റ് കൾച്ചർ. അങ്ങനെ 2 മൊഡ്യൂളാണ് നമുക്ക് സോഷ്യോളജിയിൽ ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് ഏതെങ്കിലും ഒന്ന് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, സോഷ്യോളജിയിൽ പ്രിപ്പയർ ചെയ്താൽ മതി. അതിൽ നമ്മൾ സ്റ്റാറ്റസ് ഓഫ് വുമണിൽ നമുക്ക് TMAയിലേക്ക് മാറ്റിയിരിക്കുന്ന ഭാഗമാണ് പ്രോബ്ലം ഓഫ് വുമൺ, L35A കോസ് ഫോർ ഈക്വാലിറ്റി ആൻഡ് വുമൻസ് എംപവർമെൻറ്റ്. അതിൽ നമുക്ക് നമ്മുടെ പബ്ലിക് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ചാപ്റ്റർ L32A ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്, L33A ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. മൊഡ്യൂൾ 5B കൾച്ചറാണ് നമുക്ക് നെക്സ്റ്റ് ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറയുന്നത്. L34Bയിൽ കൾച്ചർ പ്ലൂറലിസം, L35B മീഡിയ ആൻഡ് കൾച്ചറാണ് നമ്മുടെ TMAയിലുള്ള ഓപ്ഷണൽ മൊഡ്യൂളിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് L32B കൾച്ചർ, കൺസെപ്റ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, L33B
ഇന്ത്യൻ കൾച്ചർ ഹെറിറ്റേജ്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ TMAയുടെ ഭാഗമായിട്ടും പബ്ലിക് എക്സാമിനേഷൻ്റെ ഭാഗമായിട്ടും ബൈഫർക്കേഷനിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. താങ്ക് യു.